യാ ദിസ് ഈസ് പെട്രോണാസ് ട്വിൻ ടവർ. നമ്മളവിടെ ജലനല്ലൂർ നൈറ്റ് മാർക്കറ്റ്. അപ്പം നമുക്ക് ഇതിനകത്ത് എന്തുണ്ടെന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. നമുക്ക് വാർത്ത കണ്ടു കഴിഞ്ഞു. ഇതിങ്ങനെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽക്കം ബാക്ക് ടു ലൈഫ് അറൗണ്ട് മാർത്ത. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ മലാക്കയിലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ കോലാലംപൂർ എത്തി. വന്നു, ഫ്രഷൊക്കെ ആയി, പൂളിലൊക്കെ പോയി. ഞങ്ങൾ വൈകിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുക. നമ്മൾ ഇന്ന് പെട്രോണാസ് ട്വിൻ ടവർ കാണാൻ പോവാ. പെട്രോണാസ് ട്വിൻ ടവർ പിന്നെ ഒരു സ്ട്രീറ്റ് ഒക്കെ ആയിട്ട് പോയി ഫുഡൊക്കെ അടിച്ചിട്ട് വരാം. സോ യാ ലെറ്റ്സ് ഗോ. നമ്മൾ വാങ്ങിയ ഇത് കണ്ടായിരുന്നല്ലോ അല്ലേ? പോവാം. കൃത്യമായിട്ട് എടുത്തല്ലോ. സാനിയെ നോക്കി ചിരിച്ചേ. ഇങ്ങനെ പിടി അമ്മേനെ, ഇങ്ങനെ പിടി. ദിസ് ഈസ് പെട്രോണാസ് ട്വിൻ ടവർ. നമ്മളവിടെ എത്തി. ഇവിടെ ഭയങ്കര തിരക്കാ. സൺഡേയും കൂടെ ആയതുകൊണ്ട് ഇറ്റ്സ് വെരി ബിസി ഹിയർ. മാർത്ത ഇച്ചിരി വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മാർത്തയും അപ്പയും മാമനും എല്ലാരും ഇവിടെ ഉണ്ട്. സാനി എവിടെ? അതെ മാർത്ത പറഞ്ഞേ ടാറ്റ കൊടുത്തേ. ഇവിടെ നോക്ക്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് കണ്ടു. ഇനിയിപ്പം എവിടെ സ്ട്രീറ്റിൽ പോവാ അല്ലേ? സ്ട്രീറ്റ് കാണാൻ പോവാം. ഇവിടെ കുറെ മലയാളികളുണ്ട്. ഒത്തിരി മലയാളി ഫാമിലീസിനെ നമ്മളിവിടെ വെച്ച് മീറ്റ് ചെയ്തില്ല, ജസ്റ്റ് കണ്ട് ഹായ് പറഞ്ഞു പോയി. നമ്മള് ഇവിടെ ഉള്ള സ്ട്രീറ്റിലെത്തി. നൈറ്റ് സ്ട്രീറ്റ് നൈറ്റ് മാർക്കറ്റിൽ, ജലനല്ലൂർ നൈറ്റ് മാർക്കറ്റ്. അപ്പം നമുക്ക് ഇതിനകത്ത് എന്തുണ്ടെന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. നമുക്ക് എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും അതും ഇതൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് പോവാം. കം ലെറ്റ്സ് ഗോ. എന്തേലും ഡ്രിങ്ക് വാങ്ങണോ? ഇതെന്താ? ഉയ്യോ സ്ക്വിഡ്. ഓ വലിയ രൂപത്തിൽ വലിയ സ്ക്വിഡൊക്കെ. ടോപ്പസ് ഉണ്ട്. എല്ലാ കടയുടെ ഫ്രണ്ടിലും ഫുൾ ആൾക്കാരാ. ഡ്രിങ്ക്സ് എന്തെങ്കിലും വാങ്ങണോ? ഓ മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാം ഇന്നേ. ഇവിടെ തായ് പപ്പായ സാലഡ് ഉണ്ട്. $10. ഫ്രൂട്ട് സ്മൂത്തി വാങ്ങാം. ഏതാ വേണ്ടേ? ഒരു മാംഗോ മതിയോ? 1 മാംഗോ സ്മൂത്തി. താങ്ക് യു. മാംഗോ ലസ്സി അല്ല, മാംഗോ സ്മൂത്തി. മാർത്ത എന്നാ വാർത്ത? എന്നത് ജ്യൂസ്. നമ്മളൊരു തായ് പപ്പായ സാലഡ് വാങ്ങാം. തായ് പപ്പായ സാലഡ് വാങ്ങാം. നമുക്ക് ഒരു ലൈവായിട്ട് ഉണ്ടാക്കി തരും.
ഏ? ഇതെന്താണോ? അതെന്താ അതിട്ട്? പേരക്കയോ പച്ചക്കോ? വഴുതനങ്ങയൊക്കെ ഇട്ടുവോ? പയർ, പച്ചപ്പയർ, നാരങ്ങ. എനിക്കിപ്പോഴേ വായിൽ വെള്ളം. അത് ലൈറ്റിന്റെയാ. ആ എന്നാടി? എനിക്ക് ശരിക്കും പറഞ്ഞ വായിൽ വെള്ളം വരാൻ തുടങ്ങി. മണോ? പപ്പായ ഇട്ടോ? ഇല്ലല്ലോ, ലാസ്റ്റ് അല്ലേ ഇടുള്ളൂ. പൈസ എനിക്ക് ഇരുമ്പോൾ കുഴപ്പമില്ല. കൊടുക്കുന്ന ഞാൻ മേടിക്കാം. 25 അടിച്ചോ? ഓ വൗ. അല്ല, ആ മുളക് ഒരെണ്ണം ഇട്ടപ്പോ തന്നെ നല്ല എരിവായി. ആ നല്ലതാ, പക്ഷെ സ്പൂണ് കിട്ടുന്നില്ല. കൊടുത്തു. ഇഷ്ടപ്പെട്ടോ? നല്ലതാണോ? അപ്പാ കൊച്ചിന് കൊടുക്കണം, എരിവുണ്ടായി നോക്കി. പയറൊന്നും കൊടുത്ത തിന്നിട്ട് പപ്പായ കൊടുക്ക്. സായി പപ്പായ സാലഡ് തിന്നിട്ട് സായി പപ്പായ സാലഡ് തിന്നിട്ട് ഭയങ്കരമായിട്ട് എരിഞ്ഞു പോയി. എല്ലാം എരിയുമ്പോ പുകയുക. അതെ, കഴിക്കുന്ന സാധന, കളിക്കുന്ന സാധനം അല്ല. അയ്യോ എടാ, കാന്ത പൊട്ടി. മേടിക്കേ, നല്ല മധുരം. ഞാൻ പിടിക്കാൻ, കുടിച്ചോ? വേണ്ട, രണ്ട് കയ്യിലും പിടിക്കണം. അയ്യോ വേണ്ട, ഞാൻ വലുതല്ലേ. ഇനി വേണ്ട. ഞണ്ടിന്റെ മുട്ടയുണ്ട്. ഞണ്ട് എങ്ങനെയാ കടിക്കുന്നേ? ജ്യൂസ് കുടിച്ചോ? ജ്യൂസ് ഇരിക്കാം, തിരക്കുറവുള്ളടത്ത് ഇരിക്കാം. സീറ്റ് റെഡിയായി. അതെ, സീറ്റ് റെഡിയായി. ആ ഞാനിരിക്കൂല. ഞമ്മ തരും അങ്കിളേ. മാർത്തക്ക് കഴിക്കാന് ഞമ്മ തരും. സീ ഫുഡ് ഉണ്ട്. നോക്കട്ടെ, നമുക്ക് നോക്കാം. ബ്ലാക്ക് പെപ്പർ ക്രാബ്, ചില്ലി ക്രാബ്. ഫിഷ് വേണം. മമ്മ നോക്കട്ടെ, മാർത്ത നോക്കട്ടെ.
വാർത്ത കണ്ടു കഴിഞ്ഞു. ഇതിങ്ങനെ നോക്കട്ടെ ഞാൻ ഇവള് കാരണം ഓട്ട്മീൽ ഡ്രൈ ബട്ടർ. അപ്പൊ നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി, സ്ട്രീറ്റിനകത്തുള്ള ഇതിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡ് വന്നിട്ടുണ്ട്. സീ ഫുഡ് ഫ്രൈഡ് റൈസ് ഉണ്ട്, ഓംലെറ്റ് ഉണ്ട്, സാൾട്ടഡ് എഗ് ചിക്കൻ. അതെന്താ? കാഷ്യൂ ചിക്കൻ, സ്റ്റിംഗ്രേ, ഗ്രിൽഡ് സ്റ്റിംഗ്രേ. ഇത്രയും സാധനം ഓർഡർ ചെയ്ത് നമ്മൾ കഴിക്കാൻ പോവുകയാണ്. അപ്പൊ ഞങ്ങള് ചൂടാണേ. മാർത്തയുടെ കയ്യിലെന്താ? ഇതെന്താ കയ്യില്? ഫുള്ളിടല്ലേ? നാരങ്ങ എന്റെ തോരടക്കം കടിക്കുക. ഇത്രയും ഫുഡ് ഉണ്ടായിട്ട് മാർത്തയ്ക്ക് പ്രിയം ഐസാണ്. മാർത്തയ്ക്ക് ഐസ് മതി. ഇതിലേക്ക് ഐസ് ഇല്ല. ഒരു ഐസ് കിടന്നൊരു ഒരെണ്ണം എടുത്താൽ മതി. മണ്ണൊക്കെ വലിയൊരു